വിചാരണയ്ക്ക് ശേഷം സെഷൻസ് കോടതി ഈ പ്രതിയെ 10 വർഷത്തെ കഠിന തടവിന് വിധിക്കുന്നു. ഈ പ്രതി നേരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ സീനിയർ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനും ഈ സെലൈൻ വിൽഫ്രഡും ആയിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ ജട്ടി ഈ പ്രതി ഇട്ടാൽ അത് അദ്ദേഹത്തിന് പാകമാകില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുകയല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അന്ന് ജസ്റ്റിസ് പത്മനാഭൻ നായരായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ വാദം കേട്ട ജഡ്ജി. അദ്ദേഹത്തോട് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു, ഈ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് 2 പാക്കറ്റ് ഹാഷിഷ് തൻ്റെ അണ്ടർവെയറിൽ ഈ പ്രതി ഒളിപ്പിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പക്ഷേ ഞങ്ങൾ പറയുന്നു ഈ അണ്ടർവെയർ, ഈ തൊണ്ടിയായ അണ്ടർവെയർ ഈ പ്രതിക്ക് ഇട്ടാൽ ചേരുന്നതല്ല. പിന്നെ എങ്ങനെയാണ് ഈ ട്രയൽ കോടതി ശിക്ഷിച്ചത്? ഇക്കാര്യം ഞങ്ങൾ ട്രയൽ കോടതിയിലും പറഞ്ഞു. പക്ഷേ ട്രയൽ കോടതി അത് പരിഗണിച്ചില്ല. അതുകൊണ്ട് ദയവായി ഈ കോടതി ഒരു ഉത്തരവ് തരണം. ആ പ്രതിയെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ ഈ ജട്ടി ഇടിയിപ്പിച്ച് നോക്കണം. എന്തായാലും കോടതി അത് അനുവദിച്ചു. അനുവദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുത്തു ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്താൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കൊണ്ടുവന്ന് ഈ ജട്ടി ഇടിയിപ്പിച്ച് നോക്കിയപ്പോൾ അത് ഉദ്ദേശിച്ച് ഈ തൈസ് വരെ മാത്രമേ എത്തുന്നുള്ളൂ, മുകളിലോട്ട് കയറുന്നില്ല. അത്തരത്തിലൊരു റിപ്പോർട്ട് ഈ രജിസ്ട്രാർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജഡ്ജി പെട്ടുപോയി. അദ്ദേഹത്തിന് പ്രതിയെ ശിക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി കോടതി പ്രതിയെ വെറുതെ വിടുകയും പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറക്കുകയും ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ്.